ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. മൊബൈൽ എന്തോ അപ്പോഴേ അനിത തോമസ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണേന്ന്. അനിത ഹായ്. എൻ്റെ എവിടെ താമസിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നോ? വിജീസ് കിച്ചൻ്റെ വകയായിട്ടൊരു ഹായ് കേട്ടോ, ഒരു ബിഗ് ഹായ്. പിന്നെ മായ, എനിക്ക് 2 മായമാരുണ്ട്. മായ സത്യനും ഉണ്ട്, മായ ജോസഫും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഉലുവായില കൊണ്ടുവന്നത് മുറ്റി ഉലുവായില കൊണ്ടുവന്നേ. അപ്പം പന്നലാന്ന് പറയുന്നത് റീച്ചാൻ കളയെന്നൊക്കെ പറഞ്ഞെന്ന്. ഇന്നലെ മായ പറയുക റീച്ചാനെ വഴക്ക് പറയുവാന്നോ, റീച്ചാന് ഫാൻസൊക്കെ ഉണ്ടേന്ന്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് റീച്ചാൻ്റെ ഒരു സ്വഭാവം. അതുപോലെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഈ നമ്മുടെ പാളയംതോടൻ പഴം എനിക്കിഷ്ടമാണ്. അപ്പോൾ പാളയംതോടൻ പഴം കൊണ്ടുവന്നെ ഇവിടെ ഈ പ്രൈസമ്മോൻ അത് കൊണ്ടുവന്നെ പറയും ജാക്ക് ഫ്രൂട്ടിൻ്റെ മണം, നല്ല പഴുത്തതാകുമ്പോൾ നല്ല ചക്കപ്പഴത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലല്ലേ. ഈ പിള്ളേർക്ക് രണ്ടിനും അത് ഇഷ്ടമല്ല. ഇവിടെ ആരും അങ്ങനെ ഡാഡിയും ഞാനും കഴിക്കത്തുള്ളൂ. അപ്പോൾ അന്ന് എന്തോ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു കയ്യിൽ. പഴത്തിൻ്റെ മണ്ടയിൽ എന്തോ വെജിറ്റബിൾസ് വെച്ചാൽ അതങ്ങ് അമങ്ങി വരും, പിന്നെ അത് കൊള്ളത്തില്ലല്ലേ. അങ്ങനെയൊക്കെയുള്ള ചില. അപ്പം ഞാൻ പറഞ്ഞോണ്ടേ പറയാം കള, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, ഉടനെ കളയെന്നങ്ങ് പറയുക. എനിക്കൊക്കെ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ഇന്നലെ പ്രീസമ്മോന് മുട്ടയും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട്. ഇന്നും അതുപോലെ ഒരു ഗുരുമാല് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇപ്പം കറിയൊക്കെ കൊണ്ടുപോകുന്ന പിള്ളേരാണെങ്കിൽ കൊണ്ടുപോകുന്ന എന്തുണ്ടല്ല, അവൻ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ എക്സ്ട്രാ ക്യാരി ബാഗ് കൊണ്ടുപോകത്തില്ല അവൻ. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കറിയോ അതൊക്കെ കൊടുത്തു വിടാം. ഇതിപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പം നമുക്ക് ഇത്തിരി എന്തുവാ കൊടുത്തു വിടുന്നത്, അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. എനിക്കൊരു കോൾഡ് ഉണ്ടേ. ഇന്നലെ ഞാൻ കണ്ണാടി വെച്ചത് എൻ്റെ കണ്ണിൻ്റെ ഇവിടൊക്കെ ഭയങ്കര ബ്ലാക്ക് പോലൊക്കെയായിരുന്നു. ഇങ്ങനെ കോൾഡൊക്കെ ഇങ്ങനെ ചീറ്റിയൊക്കെ, അതുകൊണ്ട് കണ്ണാടി വെച്ചതാണ്. അല്ല, എനിക്ക് റീഡിങ് ചെയ്യാൻ കണ്ണാടി വേണം. ഒരു കൊതുക് ഓടുന്നു. ഞാനിപ്പം ഒന്ന് അടിക്കട്ടെ. പോയോ? ഒന്നിങ്ങോട്ട് കണ്ണ് മാറ്റുമ്പോഴേ ഒറ്റ ഓട്ടോ. ബാറ്റെടുക്കാൻ പോകുമ്പോഴത്തേനും അത് ഓടിക്കളയും. പിന്നെ എന്താ, എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വിശേഷമൊന്നുമില്ല കേട്ടോ. ചിലർ പുതിയ ഓരോ ചാനലുകാരൊന്നും പറയും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും വരാം, എന്നെ സപ്പോർട്ട് ചെയ്യൂ. പകരത്തിന് പകരം. ഞാൻ പക്ഷേ ഇതുവരെ ഇങ്ങനെ പോയി ആരോടും അങ്ങനെ പറഞ്ഞത് കുറ്റമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പോയി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചില ചാനലുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കമൻ്റ് ഇടും, പിന്നെ അവരതിന് റിപ്ലൈ തരും. പിന്നെ നമ്മളെ ഒന്നും കണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോകാറില്ല. ഇപ്പോഴാണ് ഞാൻ ചാനലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുള്ളത്. ഇപ്പോൾ ഈ കുറച്ച് നാളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയോ എന്തോ ഇത്ര സമയമില്ലാത്തതെന്ന്. എനിക്ക് വീഡിയോകൾ ഇത്രയും ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റും. ചിലരുടെ ചിലപ്പോൾ ഞാൻ പിറ്റേ ദിവസമായിരിക്കും കാണുന്നത്. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് എനിക്ക് കുറച്ച് നേരം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബുധനും വെള്ളിയൊക്കെ എനിക്ക് 7:30 തൊട്ട് 9 വരെ പ്രെയറുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു പാത്രങ്ങളെല്ലാം കഴുകി ബാക്കി കാര്യങ്ങളുണ്ട്. വൈകിട്ടും അതുപോലെയൊക്കെ ഉണ്ട്. അങ്ങനെ വീഡിയോ കാണാൻ എനിക്ക് സമയം കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് കാണുന്നതനുസരിച്ച് ഞാൻ കമൻറ്റ് ഇടും. ഓക്കെ. രാവിലെ ദോശയും കടലക്കറിയുമാണ്. അപ്പം ദോശയൊക്കെ എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ നമുക്ക് ചിന്തയില്ല. എന്താ എല്ലാവരും ഉണ്ടാക്കുന്നത് എല്ലാവരും കഴിക്കുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ ആണെങ്കിൽ പുട്ട് കൂട്ടത്തില്ല, ചിലർക്ക് ഉപ്പുമാവ് കഴിക്കത്തില്ല. അതുകൊണ്ട് എന്നും ഈ ദോശയും ഇഡലി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ദോശയും ഇഡലി ഉണ്ടാക്കുന്നുണ്ടേ. നമ്മുടെ മണിച്ചോളം കൂടെ ഈ ജവാറൂടെ ചേർക്കും. അരി റൈസ് ഇത്തിരി കുറച്ചിട്ട് അത് ഇത്തിരി കൂട്ടിയിടും.
അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പം പ്രൈസമ്മോന് ടിഫിന് കൊണ്ടുപോകാൻ മസാല ഇഡലി ഇന്നുണ്ടാക്കുന്നില്ലെന്ന് വെച്ച്. അപ്പം ഞാൻ ചിന്തിച്ച് ഇത്തിരി സവാളയും ഇച്ചിരി ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇത്രയും മാവുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടേ പിന്നെ പോൾമോന് ഉണ്ടാക്കുന്നുണ്ടേ അവനും ടേസ്റ്റിന് ഞാൻ കൊടുക്കും. ഇവന് ടിഫിനും കൊടുത്തിട്ട് അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോണ്ടേ 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിതൊന്ന് അപ്പം ഇത്രയും വെജിറ്റബിൾസും അങ്ങ് വയറ്റി ചെല്ലുമല്ലേ. എന്നിട്ട് അവനിത് ഞാൻ കൊടുത്തു വിട്ടിട്ട് പിന്നെ വേറൊരു ഡപ്പയ്ക്കകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ കൊടുത്തു വിട്ട്. അപ്പം ടൊമാറ്റോ സോസ് കൂടെ അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ കുറേയും കൂടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഈ ഉണ്ണിയപ്പ ചട്ടിക്കകത്ത് ഇങ്ങനെ ഓരോ സ്പൂൺ കോരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി എന്നിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഇച്ചിരി ആ മണ്ടയിലത്തേക്ക് ആ പച്ചപ്പൊന്ന് പോകുന്നുണ്ടേ ഇച്ചിരി ഓയിൽ അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ പന്നിയാരം എന്ന് പറയും. പക്ഷേ ചില സമയത്ത് നമുക്കെല്ലാം അറിയാം, ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് വർക്ക് ചെയ്യത്തില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ്. നമുക്ക് നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആ ആവശ്യം വരുന്ന സമയത്ത് ഓർക്കത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഇച്ചിരി ആ പച്ചപ്പൊക്കെ പോയപ്പോൾ ഞാനൊന്ന് ഇച്ചിരി ഓയിൽ സൈഡിലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ചേക്കും കേട്ടോ. അല്ലെങ്കിൽ പുറമെ ഇങ്ങനെ പെട്ടെന്ന് വെന്തിട്ട് അകം വേകാതാവും. എന്നിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നടുക്കത്തെ 3 എണ്ണം പെട്ടെന്ന് അങ്ങ് ആവും. അപ്പം ഞാൻ അതിങ്ങെടുത്തിട്ട് പിന്നെ ഇവിടെ കിടക്കുന്നതിനെ സൈഡിലൊക്കെ കിടക്കുന്നതിനെ നടുക്കോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മുരിച്ചെടുത്തിട്ട് ഇപ്പം നടുക്കത്തേക്ക് മുരിഞ്ഞത് ഞാനിങ്ങെടുത്തിട്ട് ഇങ്ങനെ അതങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ചാറങ്ങ് മൊത്തത്തിൽ വറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വർഷമായി ഇച്ചിരി നെല്ലിക്ക വാങ്ങിച്ചത് ഞാൻ ഇങ്ങനെ ഉണക്കി വെച്ചായിരുന്നു. അതിപ്പോൾ ഒരു 5-6 ഇട്ടിട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടി കാരണം വെറുതെ വേറെ റീസണൊന്നുമില്ല. പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ ചിന്തിച്ച് നെല്ലിക്ക എന്തുവന്നേലും നല്ലതല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഇട്ടൊന്ന് എപ്പോഴും അല്ല വല്ലപ്പോഴും ഒന്നിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ തൈര് ഞാനതിനി എടുത്ത ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കട്ടെ. കട്ടത്തൈരാണ്. ഇപ്പോൾ കഴിച്ചാൽ ഇന്നലെ ടൊമാറ്റോ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല മാംസമുള്ള ടൊമാറ്റോയാണ്, പക്ഷേ അത് ഇച്ചിരി സോഫ്റ്റ് പോലായി. അപ്പോൾ കഴിച്ചാൽ പറയുന്ന അതങ്ങ് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നു. ഇവർക്കെല്ലാം ഇഷ്ടമല്ലേ അത്. അതുകൊണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ അതങ്ങ് ചട്നി ഉണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് ചപ്പാത്തിക്കും ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈസമ്മോൻ ചെന്ന് ഓരോ ഓപ്ഷൻ ചോദിക്കുന്നു. പോളച്ചാച്ചന് ലേഡീസ് ഫിംഗറിൻ്റെ ചപ്പാത്തിയാണോ ഇഷ്ടം, ടൊമാറ്റോ ചട്നിയും ചമ്മന്തിയാണോ ഇഷ്ടം. അപ്പോൾ അപ്പച്ചനും ടൊമാറ്റോ ചട്നിയും ചപ്പാത്തി ഇഷ്ടമെന്ന് പറഞ്ഞു. പോളും ടൊമാറ്റോ ചട്നിയും ചപ്പാത്തി ഇഷ്ടം. അന്നേരം ഇവൻ പറയാം എനിക്ക് ലേഡീസ് ഫിംഗറാണ്. ഞാൻ പറഞ്ഞു നീ ഇന്നാളീ ലേഡീസ് ഫിംഗർ നല്ല തിന്നില്ലല്ലേ. അതേ മമ്മി അതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ കൂടുതലാണ് ചേർത്തേന്ന്. ഭയങ്കര സാധനമാണ്. അന്നേരം അരി കഴുകി ഇനി അടപ്പത്തോട്ട് ഇടട്ടെ. അപ്പോൾ ഈ അരി കഴുകുന്ന വെള്ളം ഞാൻ ബോട്ടിൽ പിടിക്കുന്നുണ്ട്. അത് ബോയിൽ ചെയ്ത് കുടിക്കാനോ ഒന്നുമല്ല, ചെടി കുഴിക്കാനോ. അങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അതാരാന്നിപ്പം മനസ്സിലായേ? ഞാനതേ ഒരിത്തിരി ചെടിയായിട്ടൊന്നും ഒത്തിരി ഇല്ല. ഒരു പനിക്കൂർക്കയും കറ്റാർ വാഴയുണ്ട്, അതിന് ഒഴിക്കാനായിട്ട് വെച്ചേക്കും. ചെടി വെക്കാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നമ്മൾ വെക്കുന്ന ഉടനെ ഈ തുണികൾ അവിടെ ഇടുന്നത്. അപ്പോൾ ഈ ജീൻസും അങ്ങനെ നീളമുള്ള തുണികൾ ഇടുന്നുണ്ടെങ്കിൽ ഈ ചെടിക്കകത്ത് കിടന്ന് തട്ടും, അങ്ങനെ അതങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങേ സൈഡിൽ വെക്കാവുന്ന 2 എണ്ണം വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് എനിക്ക് പക്ഷേ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിൽക്കാൻ നമുക്ക് സ്ഥലമുണ്ട്, പക്ഷേ അന്നേരം നമുക്ക് തുണികളിടാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു കാരണം കൊണ്ട് ചെടികളില്ല. സ്വല്പം കടുക്, സ്വല്പം ജീരകം, പച്ചമുളക്, കുറച്ച് സവാള,
സവാള ഞാൻ അരിഞ്ഞത് കുറച്ച് ടൊമാറ്റോ ചട്നിക്ക് മാറ്റി വെച്ച് പകുതി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് അരിഞ്ഞങ്ങ് എടുത്തങ്ങ് വെച്ചേ. അപ്പോൾ അരിയൊക്കെ ഇട്ട് തിളച്ച് ഇപ്പം ഞാൻ അതൊന്ന് ഓഫാക്കി അടച്ചിട്ടിട്ടുണ്ടേ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല. കടല തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഒരു 3-4 വിസിലടിച്ചിട്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കാണും. ആ വെള്ളത്തോടു കൂടി ഇത് ഇടാം. അതിൻ്റെ അകത്ത് ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയേ. ഇതിൻ്റെ അകത്ത് എനിക്കൊരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ചില സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് എനിക്ക് ഈ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അപ്പം കടല ഞാൻ ഇച്ചിരി ഉപ്പിട്ടാണ് വേവിച്ചത് കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് അടച്ച് വെച്ച് ഒന്ന് വേവട്ടെ. ആ മസാലയ്ക്ക് അതിൻ്റെ അകത്തൊന്ന് പിടിക്കട്ടെ. അടച്ച് വയ്ക്കാം. ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അയ്യോ, ഇന്ന് ഉപ്പ് കൂടുമോ ദൈവമേ. ഉപ്പിട്ടായിരുന്നു വേവിച്ച്. എൻ്റെ കർത്താവേ. ഉപ്പിട്ടാ വേവിച്ചെന്നുള്ളത് ഓർത്തില്ല. ഇച്ചിരി ഉപ്പായിപ്പോയി. ഞാൻ ഒരു ടൊമാറ്റോ അരിഞ്ഞു. ഇത് ടൊമാറ്റോ ചേർക്കത്തില്ല, പക്ഷേ ഉപ്പായതുകൊണ്ട് ഞാനൊരു ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കുക. എന്തോ മെനക്കേടാന്ന്. ഈ കൂട്ടം ഇവിടെ പോൾമോനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനായിരുന്നു. എന്തോ ചെയ്യാനാ, വലിയ കാര്യത്തിൽ ഉപ്പിടാൻ മറന്നുപോയെന്നും പറഞ്ഞ് ഉപ്പിട്ടതാ. പക്ഷെ ഉപ്പിട്ട ഓർത്തില്ല. എന്തോ വേലയാ. എന്നിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ച് ഇനി ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഓയിലൊഴിച്ച് സ്വല്പം കടുകും സ്വല്പം ജീരകവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ കുറച്ച് സവാള മാറ്റി വെച്ചായിരുന്നല്ലേ, ആ സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് നന്നായി വഴറ്റി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇച്ചിരിച്ച് ഒത്തിരിയില്ല, മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ടൊമാറ്റോയുടെ ഇട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അടച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനായത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടല എടുത്ത് തിന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുത്ത് തിന്നത് കൊണ്ട് ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നി. ഇപ്പം ഒറ്റയടിക്ക് സ്റ്റാർട്ടിങ് ഒരിടത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപ്പായിട്ട് തോന്നും. പക്ഷേ ഞാനിപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചാറ് നോക്കും, ഉപ്പ് നോക്കും. എന്നിട്ട് ഞാൻ തന്നെ അങ്ങ് സമാധാനിക്കുക, കുഴപ്പമില്ലെന്ന്. പക്ഷേ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൊമാറ്റോയൊക്കെ ഇങ്ങനെ ഇട്ട് അതൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം കടലയിലെ വെള്ളമൊക്കെ വറ്റി അതിപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഈ ഉപ്പിട്ട കടലയല്ലേ ഇഷ്ടപ്പെടുന്നത്. വീഡിയോ നിങ്ങൾ കമൻറ്റിൽ കൂടെ എന്താണെങ്കിലും അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. തുണിയെല്ലാം വിരിച്ചിട്ട് ഇനി പാത്രങ്ങൾ ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കാം. ഇപ്പോൾ ആരെങ്കിലും ചിന്തിക്കുമായിരിക്കും, തുണി വിരിച്ചിട്ട് എന്തിനാ പാത്രങ്ങൾ അതിൻ്റെ മണ്ടയിൽ വെച്ചാൽ തുണി പോകാതിരിക്കാനോന്ന്. അല്ല, പാത്രങ്ങൾ ഉണങ്ങാൻ കഴുകിയിട്ട് ഉണങ്ങാൻ അങ്ങനെ അങ്ങോട്ട് ബാൽക്കണി വെക്കും. ഉണങ്ങാൻ വെച്ചതാ. നോക്കട്ടെ കടല. എനിക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ എടുത്ത് തിന്നത് കൊണ്ട് നമുക്കത് ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നി. എനിക്കിപ്പോൾ തിന്നപ്പോഴും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് തോന്നിയേ. ഞാനന്നേരം ഒന്ന് ചിന്തിച്ചെന്നാൽ പോൾമോനെ വിളിച്ചൊന്ന് കാണിക്കാമെന്ന്. അവനിവിടെ ഉണ്ട്.
ടൊമാറ്റോയും റെഡിയായി. ഇനി അരി വാർക്കണം. അരി വെന്തോളൂ കേട്ടോ. എന്തില്ല അത് കിടക്കട്ടെ. പോളെ നോക്കണം ഉപ്പ് അങ്ങനെ ഉണ്ടാകും. സ്പൂണോടെ ചൂട് ചൂടാണ്. ഉപ്പിച്ച് കൂടുതലാണോ? അവൻ വീഡിയോ ഓണാന്ന് അറിഞ്ഞില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെയും ഉപ്പ് കൂടിയിട്ട് എന്തിനാ ചേച്ചി നിന്ന് ചിരിക്കുന്നതെന്ന്. ഞാൻ പിന്നെ ഒരു ടൊമാറ്റോയുടെ അരിഞ്ഞ് ചേർത്ത് എന്തു വന്നേലും അവസാനം ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു, ചപ്പാത്തിയുടെ കൂടെ ആകുമ്പോൾ മനസ്സിലാവുമായിരുന്നു. ഇതിലങ്ങനെ ടൊമാറ്റോ ചേർക്കുന്നതല്ല, തോരൻ പോലെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ടൊമാറ്റോ 2 എണ്ണമൊക്കെ ചേർത്തുണ്ടെങ്കിൽ അതങ്ങ് നമ്മുടെ കടല മസാലയായി. കുഴപ്പമില്ലായിരുന്നു, അത്ര കൂടുതൽ ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ ഫ്ലോപ്പായ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.